അന്നമനട മേൽഡൂർ ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി പത്രവിതരണക്കാരനെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാലത്ത് 3 മണിയോടെയാണ് ഈ സംഭവം. മേൽഡൂർ ജംഗ്ഷനിൽ പത്രക്കെട്ടുകൾ തരംതിരിക്കുന്നതിനിടയിലാണ് കൂടെയുണ്ടായിരുന്ന 2 മറ്റ് പത്ര ഏജന്റുമാരെ തള്ളി മാറ്റിക്കൊണ്ട് മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ, ഇരുചക്രവാഹനത്തിൽ വന്ന ഒരാൾ ഈ പത്ര ഏജന്റിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്ലാശ്ശേരി ചാക്കുമകൻ വർഗീസ് 62 വയസ്സെന്നയാളെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 3-4 പ്രാവശ്യമാണ് ഈ പത്ര ഏജന്റിനെ വെട്ടിയത്. ഇടത് കൈത്തണ്ടയിലെ തള്ളവിരൽ പൂർണ്ണമായും മറ്റുപോയിരിക്കുകയാണ്. എറണാകുളം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വർഗീസിനെ. 2 മണി 3 മണി സമയങ്ങളിലൊക്കെ പല ഊടുവഴികളിലൂടെയും ഇവർ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒട്ടും സുരക്ഷിതത്വമല്ലാത്തൊരു സംഭവമാണ്. ആരാണ് ഈ വർഗീസിനെ വെട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള അറിവില്ല. എന്തെങ്കിലും വ്യക്തി വിരോധമാണോ അതോ മറ്റെന്തെങ്കിലും സംഭവമാണോ എന്നറിയില്ല. മാള പോലീസ് കേസെടുത്ത് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുലർകാലങ്ങളിൽ നടക്കുന്ന ഇത്തരം ആളുകളെ വെട്ടിക്കേൽപ്പിക്കുന്നത് മുതൽ മോഷണം മുതൽ നിറയെ നമ്മുടെ സമീപ പ്രദേശങ്ങളെല്ലാം നിറയുന്ന വാർത്തകളാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പോലീസ് സത്വരമായ ഇടപെടൽ നടത്തി ഉടനെ തന്നെ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരാൾ നമ്പർ പ്ലേറ്റ് എല്ലാം മറച്ചു വെച്ചതിന് ശേഷം ഈ വർഗീസ് എന്ന ആളുടെ അടുത്ത് വന്ന് പത്രം ചോദിച്ചിരുന്നു, പത്രം കൊടുത്തിരുന്നു എന്നുകൂടി ഇപ്പോൾ പരിസരവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരാണ് ഇയാളെ വെട്ടിയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങളില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു.